ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ എന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഡിവൈൻ എന്ത് കാര്യത്തിലേക്കാണ്, എന്തുകൊണ്ടാണ് ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഡിവൈനോട് ചോദിക്കാൻ പോകുന്നത്. ഇത് തികച്ചും ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരേപോലെ റീസണേറ്റ് ആകണമെന്നില്ല. ചിലവർക്ക് മാത്രമായിരിക്കും ചിലവർക്ക് മാത്രമായിരിക്കും എല്ലാ കാര്യങ്ങളും റീസണേറ്റ് ആകുന്നുണ്ടായിരിക്കുക. ആൻഡ് ചിലവർക്ക് ചില കാര്യങ്ങൾ മാത്രമായിരിക്കും. പിന്നെ പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചുകൂടെ നിങ്ങളുടെ എനർജിയിൽ നമ്മൾ നിങ്ങളുടെ ലൈഫ് ചെക്ക് ചെയ്ത് പറയുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിങ് ഫീസ് ഉണ്ട് കേട്ടോ, 750 റുപ്പീസ് ഫീസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അധികമൊന്നും പറഞ്ഞ് വഷളാക്കുന്നില്ല. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആയിരിക്കും. കാരണം അപ്പോഴേക്കും ഡിവൈൻ പ്ലാൻ പ്രകാരം നിങ്ങളിത് കണ്ടിരിക്കണമെന്ന് ഡിവൈൻ്റെ ഡിസിഷൻ അവിടെ വന്നിട്ടുണ്ടായിരിക്കാം. ഓരോ റീഡിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു റീഡിങ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാരറ്റ് റീഡിംഗ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ തുടങ്ങിയത് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കും. അതിന് തക്കതായിട്ട് റീസൺ ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഡിവൈൻ പ്ലാൻ പ്രകാരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് നോക്കാം, റീഡിംഗ് എടുക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് മനസ്സിൽ 3 പ്രാവശ്യം പറയുക. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് നിങ്ങളുടെ എനർജി പൂർണ്ണമായിട്ടും ഇതിലേക്ക് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എന്തിനാണ് ഡിവൈൻ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, നിങ്ങളെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ചിലവരൊക്കെ ലെറ്റ് ഗോ ചെയ്തതിൻ്റെ എനർജിയും കാണിക്കുന്നുണ്ട്. ഒരുപാട് തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് തടസ്സങ്ങളിലൂടെയാണ് നിങ്ങളുടെ. ഒരുപാട് കാർഡ്സ് വന്നു. ഓക്കെ, ദിസ് കാർഡ് എന്തായാലും എടുക്കാം. നമ്മൾ ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ടോട്ടലി തികച്ചും കാർഡ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല, നമ്മളുടെ ഇൻറ്റ്യൂഷൻസ് കൂടി നമ്മളത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ ഇതിലാണ് കേട്ടോ നമ്മൾ പറയുന്നത്. വാവ്, നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഇപ്പോൾ യൂണിവേഴ്സൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ നമ്പേഴ്സൊക്കെ കാണാനായിട്ട് ഇടവരുന്നുണ്ടായിരിക്കും. കുറേ പേർക്കൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടായിരിക്കും. 111, 222, 333 എന്നുള്ള നമ്പറുകൾ, അതൊക്കെ ഡിവൈൻ നമ്പേഴ്സാണ്. ഏഞ്ചൽ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഡിവൈൻ പ്ലാൻ പ്രകാരമാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സൂചനയും കൂടിയാണ് നിങ്ങൾക്കത്. ഒരുപാട് പേർക്ക് ഈ ഒരു പേഴ്സൺ വന്നു തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഞാൻ പറയാം, നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ തന്നെ സോളിൻ്റെ പാതി, ടിൻ ഫ്ലെയിം എന്നാൽ നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങളുടെ സോളിൻ്റെ തന്നെ പാതി സോളാണ് അപ്പുറത്തിരിക്കുന്ന പേഴ്സൺ. ഓക്കെ, അതിൻ്റെ ഒരു യൂണിയനാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു പേഴ്സണുമായിട്ട്. ആൻഡ് അവിടെയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടായിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പ് സാധാരണമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല. നിങ്ങളുടെ ലൈഫിൽ മറ്റ് പല റിലേഷൻഷിപ്പുകളും ഫേസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫേസ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ,
ഈ ഒരു പേഴ്സൺ നിങ്ങളെ ലൈഫിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, മാറുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം നിങ്ങളുടെ സോളിൻ്റെ പാതിയാണല്ലോ. ആ സോൾ ഇല്ലാതെ നിങ്ങൾക്ക് എന്താ പറയുക ലൈഫിൽ മുന്നോട്ടേക്ക് ഒരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു ഇതിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ടെസ്റ്റ്, അതായത് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ്റെ ടെസ്റ്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സ്ട്രെങ്തൺ ആക്കുകയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. വീക്ക്നെസ്സുകൾ ഒരുപാട്, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം വീക്ക്നെസ്സിൽ കൂടിയാണ്. നിങ്ങളെല്ലാ വീക്ക്നെസ്സുകളും ഒരുമിച്ച് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് നിങ്ങളുടെ പലരുടെയും എനർജി എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് സിങ്ക്രോണസിറ്റി, നിങ്ങൾക്ക് പലർക്കും എന്താ പറയുക ഈ ഒരു പേഴ്സൻ്റെ പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ ആ പേഴ്സൺ വിളിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾ കണക്ട് ചെയ്ത സമയം മുതൽ ചിന്തിച്ചാൽ മനസ്സിലായിരിക്കും. ആ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കോൾ എത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു പേഴ്സണെ കണക്ട് ചെയ്ത് നിങ്ങൾ പറയാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പേഴ്സൺ അതിനെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ പറയുക, അതൊക്കെ ഒരുപാട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരുപാട് കാര്യങ്ങൾ കണക്റ്റ് ആവുന്ന ഒരു കാര്യം. ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് നിങ്ങൾ, ഡിവൈൻ സോൾ കൗണ്ടർ പാർട്ട്ണറാണ് നിങ്ങളെന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. ആൻഡ് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് തടസ്സങ്ങളെ ഫേസ് ചെയ്ത് മറികടന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഒരുപാട്, കാരണം എനിക്ക് 2 പ്രാവശ്യമാണ് എനിക്ക് ആ ഒരു ഇൻഡ്യൂഷൻ തന്നെ കോൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ലൈഫിൽ തന്നെ ഒരുപാട് തടസ്സങ്ങളിലൂടെയാണ് മുന്നോട്ടേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈസി ഗോയിങ് ലൈഫായിരുന്നില്ല, റിലേഷൻഷിപ്പിനല്ല പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു റീഡിങ്സ്, ടാരറ്റ് റീഡിങ്. നമുക്കറിയാം ആസ്ട്രോളജിക്ക് എന്താണെന്ന് അറിയേണ്ടതായിരിക്കാം, പക്ഷേ എന്താണ് ടാരറ്റ് റീഡിങ്, എന്താണ് സോൾമേറ്റ്, എന്താണ് ടിൻ ഫ്ലെയിംസ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുക ഈ ഒരു പേഴ്സണെ നിങ്ങൾ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു 11 11 111 222 എന്നിങ്ങനെയുള്ള നമ്പേഴ്സ് കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കുക ഈ ഒരു പേഴ്സണെ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. ആൻഡ് നിങ്ങളെ ഡിവൈൻ കാണിച്ചു തരുന്ന നമ്പേഴ്സ് എല്ലാവരും എന്താ പറയുക, ഒരു 11 കാണുമ്പോൾ 111 കാണുമ്പോൾ ഒക്കെ ഓടിച്ചെന്നിട്ട് യൂട്യൂബിലോ ഗൂഗിളോ സെർച്ച് ചെയ്യും ഇതിൻ്റെ മീനിങ് എന്താ. പക്ഷേ ഓരോ വ്യക്തികൾക്കും അവരുടെ ലൈഫ് പാത്ത്, എല്ലാവരുടെ ലൈഫും ഡിഫറെൻ്റ് ആണ് അല്ലേ. അവരുടെ ലൈഫ് പാത്തിൽ നൽകുന്ന സൂചന ഈ നമ്പേഴ്സിലൂടെ ഓരോ വ്യക്തികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഓടിച്ചെന്ന് ഇതിലൊക്കെ ഗൂഗിളിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു മീനിങ് അവിടെ കാണും. ഓക്കെ, 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡിവൈൻ ഉദ്ദേശിക്കുന്നത്. അല്ല, എല്ലാ വ്യക്തികൾക്കും ഓരോ വ്യക്തികൾക്കും ഡിവൈൻ ഉദ്ദേശിക്കുന്നത് അവരുടെ എനർജി പ്രകാരം വ്യത്യസ്തമാണ്. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താം, മനസ്സിലാക്കുക. ടാരറ്റ് റീഡിങ്ങിലൂടെ നമുക്കത് സാധിക്കും. ഓക്കെ. ആൻഡ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോണ്ട്, ഇന്നർ ബോണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഓക്കെ, ഭയങ്കരമായിട്ടുള്ളൊരു ഇന്നർ കണക്ഷൻ ആയിരിക്കും ഈ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ടായിരിക്കാം. ഇവരെ നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് തികച്ചും ഡിവൈൻ പ്ലാൻ പ്രകാരം മാത്രമായിട്ടാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഇതിൽ കുറേ പേരൊക്കെ ലെറ്റ് ഗോ ചെയ്തിട്ടുള്ള എൻ്റെ അവസ്ഥാന്തരം കാണിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ എനർജിയെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട്, പക്ഷേ നിങ്ങളെ കൊണ്ട് അതിന് പറ്റുന്നില്ല. ഒരുപാട് നെഗറ്റീവ് കാർമിക് എനർജി ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ നിങ്ങളുടെ ലൈഫിലേക്ക് ഡിവൈൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇവരിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനുണ്ടെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ലൈഫിൽ എന്തൊക്കെ തടസ്സങ്ങളെ മറികടന്ന് വന്നിട്ടുണ്ടോ, ഇനി നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ടേക്ക് ഈ തടസ്സങ്ങളെല്ലാം മറികടന്ന് അൺലിമിറ്റഡ് ഹാപ്പിനെസ്സിലേക്ക് ഡിവൈൻ കടത്തും നിങ്ങളുടെ സോളിനെ. അതിനുവേണ്ടി ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ ലൈഫിലേക്ക് വന്നു ചേർന്നതായിരിക്കും. നിങ്ങൾ ഒരിക്കലും ഇന്ന ഒരാളായിട്ട് റിലേഷൻഷിപ്പിലാവണമെന്നോ മുന്നോട്ട് പോകണമെന്നോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. ആൻഡ് സൊസൈറ്റിക്ക് മുമ്പിൽ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ട് തോന്നിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടി ആവണം നിങ്ങളുടേത്. കാരണം ഒരുമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരുമിക്കാൻ പറ്റാത്ത അവസ്ഥാന്തരങ്ങൾ നിങ്ങൾക്ക് ചുറ്റിലും ഒരുപാട് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ,
സോ ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനുണ്ട്. ലൈക്ക് എന്താ പറയുക, ഒരു ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വികാരം എന്ന് പറയുന്നത് ലൈക്ക് എന്താണ്, ലവ്. അതായത് ഒരു സ്പെഷ്യൽ ഭയങ്കരമായിട്ടുള്ളൊരു ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ കൂടെ തോന്നും. ലവ്, അതാണ് പ്രണയം, സ്നേഹത്തിൻ്റെ വില. ഈ പേഴ്സണിലൂടെ നിങ്ങൾക്ക് ലവ് ലെസൺസ് കിട്ടുന്നുണ്ടായിരിക്കും. ആൻഡ് ഒരുപാട് ഡിഫറെൻറ്റ് ലെസൺസ് ആണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ കണക്ട് ചെയ്തിട്ട് കാണിക്കുന്നത് ടൈമിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സ്വയം നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളെ കുറേ കൂടി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെ തന്നെ എന്താ പറയുക, അവരിലൂടെ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഒരുപാട് കാർമിക് ലെസൺസും കൂടിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാർമിക് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഷോർട്ട് പാൻ ഓഫ് ടൈമിൽ ഈ വ്യക്തിയിലൂടെ പല സ്റ്റേജസിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ആദ്യം വളരെയധികം മറ്റാരോടും തോന്നാത്ത വിധത്തിലുള്ളൊരു സ്പെഷ്യൽ ടൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് തോന്നിയിട്ടുണ്ടായിരിക്കും. ഈ വ്യക്തി നിങ്ങൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാമായിരിക്കും. എന്താ പറയുക, കാമുകനാണോ, കാമുകിയാണോ, ഫ്രണ്ടാണോ, അല്ലെങ്കിൽ സിസ്റ്ററാണോ, ഒരു കുട്ടീനെ പോലെ ഇടയ്ക്കൊക്കെ നിങ്ങൾ വളരെയധികം കുട്ടിത്തരമുള്ള ഒരാളായിപ്പോൾ എല്ലാ തരത്തിലുള്ള നിങ്ങൾ പുറമേ എന്താ പറയുക, നമ്മൾ ഡിഫറെൻറ്റ് പേഴ്സൺ ആയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഈ ഒരു പേഴ്സണിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ മറക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇതിൽ കാർമിക് ലെസൺസ് ഒരുപാടുണ്ട്. ഓക്കെ, ആദ്യം വളരെ ഇൻറ്റൻസീവായിട്ട് കണക്ട് ചെയ്തിട്ട് പല ലെസൺസിലൂടെയും നിങ്ങൾ കടന്ന് അവസാനം കാർമിക് സ്റ്റേജിലെത്തും. ഈ കാർമിക് സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എനർജി. അതിലാണ് ഞാൻ ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾക്ക് പലരിലേക്കും കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയോ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഭ്രാന്തമായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇതൊരു ടഫ് സ്റ്റേജാണ് നിങ്ങൾക്ക്. ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ പലരും നിൽക്കുന്നത്. ഓക്കെ, ഇതിൽ കാർമിക് ആയിട്ടുള്ള ലെസൺസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും. ഈ സ്റ്റേജിൽ വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ലവ് ആ ഒരു സ്റ്റേജൊക്കെ കടന്ന് ഇപ്പോൾ കാർമിക് സ്റ്റേജിലെത്തുന്നുണ്ടായിരിക്കും. എന്നാൽ കാർമിക് സ്റ്റേജിനായിരിക്കും അതിലേറ്റവും കൂടുതൽ നീളം ഉണ്ടാവുന്നുണ്ടായിരിക്കും. ഈ സ്റ്റേജ് നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള റൂട്ട് ഉണ്ട്. ആ ഒരു റൂട്ട് ചക്രേനാണ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള ഈ പേഴ്സണിലൂടെ നിങ്ങളുടെ സോളിലുള്ള കാർമിക് ആയിട്ടുള്ള ആ കാർമിക് ചക്രയാണ് നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാർമിക് ചക്രേൻ്റെ റൂട്ട് ക്ലിയർ ആയാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക്, ഞാൻ പറഞ്ഞില്ല, അൺലിമിറ്റഡ് ഹാപ്പിനെസ്സിലേക്ക് കടക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഡിവൈൻ ഈ ഒരു പേഴ്സണെ നിങ്ങളെ കണക്റ്റഡ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു പേഴ്സണിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ലൈഫിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. അഫ്കോഴ്സ് ആ ഒരു പേഴ്സണും നിങ്ങളിലൂടെ മാത്രമാണ് എന്താ പറയുക, ആ പേഴ്സൻ്റെയും അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. ആ പേഴ്സണും ലൈഫിൽ ഏറെക്കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കും. എന്തെങ്കിലും ഒരു സൈഡിൽ ആ പേഴ്സണ് ബ്ലോക്കേജും തടസ്സങ്ങളും എപ്പോഴും ഇരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിനേക്കാളും ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പല സിറ്റുവേഷൻസും മുമ്പ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വയം ഇതൊരു ഭീകരാവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്, ഉറക്കമില്ല, ഊണില്ല, അങ്ങനത്തെ ഒരു എനർജിയിലാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പല തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏറെക്കുറെ നിങ്ങളുടെ ടിൻ ഫ്ലെയിം എനർജിയാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കാർമിക് റൂട്ട് ചക്ര ക്ലിയർ ആക്കുന്നുവോ അത്രയും തീവ്രതയോടെയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കാർമിക് റൂട്ട് ചക്ര നിങ്ങൾ ക്ലിയർ ആക്കണം. എങ്കിൽ മാത്രമാണ് ഓരോ വ്യക്തിക്കും വെറുതെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ വെറുതെ പ്രണയിച്ച് നടക്കാനോ നിങ്ങളുടെ ദൈനംദിന ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ലൈഫിലെ കാര്യങ്ങൾ കേട്ട് മുന്നോട്ട് പോകാനല്ല ഈ ഒരു പേഴ്സണെ ഡിവൈൻ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ,
നിങ്ങൾക്ക് തന്നെ വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ടായിരിക്കും, എങ്ങനെ ഞാൻ ഈ ഒരു പേഴ്സണിലേക്ക് അട്രാക്റ്റഡ് ആയി. നിങ്ങളുടെ എനർജിയിൽ പലർക്കും അങ്ങനെയുള്ളൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെ ഞാൻ ഇയാൾക്ക് അട്രാക്റ്റഡ് ആയി, എങ്ങനെ ഞാൻ ഇയാളെ സ്നേഹിച്ചു, എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയൊന്നും താല്പര്യമില്ലാത്ത വ്യക്തികളായിരിക്കാം നിങ്ങൾ. പക്ഷേ ഈ ഒരു പേഴ്സണിൽ നിങ്ങൾ അവിടെ അടിയറവ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തീവ്രത അത്രയും നിങ്ങളുടെ റൂട്ട് ചക്ര ക്ലിയർ ആക്കണമെന്നാണ് ഡിവൈൻ ഇവിടെ നിന്ന് കാണിക്കുന്നത്. കാർമിക്കായിട്ടുള്ള റൂട്ട് ചക്രയാണ് നിങ്ങൾക്കുള്ളത്. സോ അത് സംതിങ് ലൈക്ക് എന്താ, നിങ്ങളുടെ സോളിൻ്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കുറേ നെഗറ്റീവ് കർമ്മയുടെ ഭാഗമായിട്ടൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താ, നിങ്ങളത് ക്ലിയർ ആക്കിയിരിക്കണം. ഈ ഒരു പേഴ്സണിലൂടെയാണ് അത് ക്ലിയർ ആക്കാനുള്ളൊരു ഡിവൈൻ പർപ്പസിലൂടെ കാണിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും കണക്ഷൻ, ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് വെറുതെ ഒന്നല്ല. ഓക്കെ, സോ ചിലർക്ക് ഈ ഒരു കാർമിക്കായിട്ടുള്ള അവസ്ഥ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ റൂട്ട് ചക്ര ക്ലിയർ ആയിട്ടേ ഇല്ല ഇവിടെ നിന്ന്. ഏറെക്കുറെ പേർക്കും അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഒരു 15% ഒക്കെ എത്തിയിട്ടുള്ളൂ, അതൊക്കെ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ജന്മത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത, ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല, അത്രയും അനുഭവിച്ചു എന്നുള്ളൊരു എനർജിയിൽ നിന്നാണ് നിങ്ങൾ നിൽക്കുന്നത് അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക്. സോ ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് ഇനിയും കെടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ അവർക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോഡ് കട്ടിങ് പ്രോസസ്സൊക്കെ ചെയ്തു കൊടുക്കുന്നത്. കാരണം ഈ കോഡ് കട്ടിങ് പ്രോസസ്സിലൂടെയാണ് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ആ ഒരു കാർമിക്കായിട്ടുള്ള കാര്യങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേജേ മാറിപ്പോകും. ഓക്കെ, അതിൻ്റെ ആ ഒരു കാർമിക്കായിട്ടുള്ള അവസ്ഥ നമ്മൾ കട്ട് ചെയ്ത് നിങ്ങളുടെ ക്ലിയർ ആക്കുവാണ് അവിടെ റൂട്ട് ചക്ര. അല്ലെങ്കിൽ പിന്നെ ഇതേ സ്റ്റേജിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടായിരിക്കും. റിലേഷൻഷിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും, ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഉണ്ടായിരിക്കില്ല. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ടോക്സിക്കായിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ട് പോകാനായിരിക്കും നിങ്ങളുടെ വിധി. അപ്പോൾ അതിലൂടെയാണ്, ഈ കോഡ് കട്ടിങ്ങിലൂടെയാണ് ആക്ച്വലി നമ്മൾ ആ ഒരു പ്രോസസ്സ്, ഈ KRC എന്നുള്ളൊരു ക്ലിയർ, നിങ്ങളെ സോളിൻ്റെ KRC അത് ക്ലിയർ ആക്കുന്നത്. അതായത് കാർമിക് റൂട്ട് ചക്ര നമ്മൾ ക്ലിയർ ആക്കുന്നുണ്ടായിരിക്കാം. സോ അതിന് അവിടെ എത്തുന്നത് വരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അനുഭവിച്ചതൊരു നിങ്ങൾ ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കാർമിക് കോഡ് കട്ടിങ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ ക്ലിയർ ആക്കണം, നിങ്ങളുടെ റൂട്ട് ചക്ര ക്ലിയർ ആക്കണം എന്ന് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് വരെ നിങ്ങളെ ഡിവൈൻ എന്താ അനുഭവിപ്പിച്ചുകൊണ്ടേയിരിക്കും ഓരോ കാര്യത്തിലും. നിങ്ങളത് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ നിരൂപകൻ തീരുമാനിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിരൂപകൻ അവിടെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചത് മതി. നിങ്ങൾക്ക് ഇനി അതിൻ്റെയൊക്കെ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ കാർമിക് റൂട്ട് ചക്ര ക്ലിയർ ആക്കി നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് മുന്നേറാനുള്ളൊരു സമയമായി എന്ന് പലർക്കും ഇവിടെ അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇതിലേക്ക് നിങ്ങൾ ഈ ഒരു റീഡിങ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അല്ലാത്തവർ ഇതിങ്ങനെ എന്താ പറയുക, ഇതൊരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അല്ലാത്തവർക്ക് ഇതിങ്ങനെ ക്ലിയർ ആക്കാമെന്ന് പറയും, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കും മനസ്സിൽ. പക്ഷേ അവർക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക. പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ പിന്നീട് നമുക്കത് ചെയ്യാം, ഇപ്പം ഇങ്ങനെ പോകട്ടെ എന്നുള്ള രീതിക്കൊക്കെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവർക്കൊക്കെയാണ് അത്, ആ പിന്നിലേക്ക് പോകുന്ന വ്യക്തികൾക്കാണ് ഇനിയും അവർ ആ ഒരു കാർമികമായിട്ടുള്ള ലെസൺസ് ഉണ്ട്, അവരത് അനുഭവിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നതും. സോ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് കേട്ടോ. ഇവരിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട് ചക്ര ക്ലിയർ ആക്കിയിട്ട് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കൂ. ദ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. ഓക്കെ, നോട്ട് മീൻ ഇവർ ചിലർ ഇപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും, എത്ര കാർമിക അവസ്ഥയാണെങ്കിലും എത്ര സഹിച്ചാലും നിങ്ങൾ അവർ കൂടെ ഉണ്ടായാൽ മാത്രം മതി, അവരെന്നെ വിട്ടിട്ട് പോകാതിരുന്നാൽ മാത്രം മതി, എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു റീഡിങ്ങിലൂടെ ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് അവർ നിങ്ങളിൽ കണക്റ്റഡായി ടോക്സിക് ആയിട്ടുള്ള എനർജി തന്നുകൊണ്ടിരിക്കുന്നതല്ല. അവർ നിങ്ങളെ വിട്ട് പതിയെ പതിയെ അകന്നകന്നകന്ന് പോകും. അതാണ് നിങ്ങളുടെ സോളിന് സഹിക്കാൻ പറ്റാതെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു കാർമിക് ലെസൺ അതിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. ഓക്കെ,
അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഡിവൈൻ്റെ പ്ലാൻ അങ്ങനെയല്ല ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റേജ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ ഉള്ള സ്റ്റേജ് മേ ബി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയായിരിക്കും. ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് പണ്ടത്തെ പോലത്തെ ആ ഒരു വാല്യൂ, അവർ ആ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് എല്ലാം തരും. ഓക്കെ, എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്, ആ ഒരു ലവ് എനർജി എല്ലാം തന്ന് ഒരു സമയം കഴിയുമ്പോൾ മുതൽ പെട്ടെന്ന് അവർക്ക് വളരെയധികം ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു ചേഞ്ചസിൽ പതിയെ അവർ നിങ്ങൾക്ക് മുമ്പ് തന്നിട്ടുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ആ ഒരു എനർജി കുറഞ്ഞു വരുന്നുണ്ടായിരിക്കും. അതിലാണ് ഈ ഡിവൈൻ പ്ലാൻ ഇവിടെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ yeah, this is the divine plan. So പെട്ടെന്ന് ഒരു സ്റ്റക്നെസ്, മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു സ്റ്റക്നെസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ തോന്നുന്നുണ്ടായിരിക്കുക. സോ എനിക്ക് മുമ്പോട്ടേക്ക് ഡിവൈൻ മേ ബി എനിക്ക് മുമ്പോട്ടേക്ക് ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. പെട്ടെന്നൊരു സ്റ്റക്നെസ് എനിക്കിവിടെ നിന്ന് ഫീൽ ചെയ്യാണ്. ഇനി അങ്ങോട്ടേക്ക് പറഞ്ഞത് മതി, ഇത്രയും ആണ് നിങ്ങളിപ്പോൾ അറിയേണ്ടത് എന്നുള്ളൊരു രീതിയിലാണ് ഡിവൈൻ കാണിക്കുന്നത്. കാരണം എനിക്ക് മുമ്പോട്ടേക്ക് ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്കിതുവരെ ഒരു റീഡിങ്ങിലും എടുക്കുമ്പോൾ എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ എനിക്ക് ബ്ലാങ്ക് ആയിപ്പോയി, ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. സോ ഇതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി എന്നാണ് ഡിവൈൻ പറയുന്നത്. സോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർമിക് കോഡ് കട്ടിങ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാർമിക് കോഡ് കട്ടിങ്ങിലൂടെ നമ്മളുടെ ആ ഒരു നിങ്ങൾ കണക്റ്റ് ആയിട്ടുള്ള ആ ഒരു കാർമിക് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അത് നമ്മൾ മാറ്റിയെടുക്കും. നിങ്ങളുടെ കർമ്മ റൂട്ട് ചക്രസ് എല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കാർമിക് ലെസൺസ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അത് ഈ ഒരു പ്രോസസ്സിലൂടെ വളരെ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കുക. ഇതുവരെ അനുഭവിച്ച പോലെ ആയിരിക്കില്ല. നിങ്ങൾ തന്നെ റിസ്ക് എടുക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിലേക്ക് ഒരുപാട് ചേഞ്ചസ് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, കാർമിക് കോഡ് കട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കതും ചെയ്യാവുന്നതാണ്. പക്ഷേ അത് നിങ്ങളുടെ ലൈഫിലേക്ക് അത് വേണോ വേണ്ടയോ എന്നൊക്കെ ആദ്യം നോക്കുക. അത് ഓടിച്ചെന്നിട്ട് ഈ ഒരു കാർമിക് കോഡ് കട്ടിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങളത് നോക്കുക, ആവശ്യമാണോ. കാരണം ഓരോ പേഴ്സണിൻ്റെ ലൈഫിലും ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല ഡിവൈൻ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കെ.